എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനമാണ്. ഇങ്ങനെ വായിക്കുന്നു: ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിനു മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. പാഴും ശൂന്യവുമായ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞാൽ, ജീവൻ ഉത്ഭവിക്കുവാൻ, ജീവൻ നിലനിൽക്കുവാൻ, സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും മൃഗങ്ങൾക്കുമൊക്കെ വസിക്കുവാൻ, അല്ല മനുഷ്യന് തന്നെ വസിക്കുവാൻ യോഗ്യമായ നിലയിലല്ലായിരുന്നു. ഒരു അസംസ്കൃത വസ്തു പോലെ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പരിപാടി അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പാഴും ശൂന്യവുമായ ഭൂമിയുടെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അവിടെ ആ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ള എബ്രായ വാക്കിൻ്റെ അർത്ഥം, മുട്ടയിട്ട ശേഷം മുട്ടയുടെ മീതെ അടയിരുന്ന് കുഞ്ഞിനെ വിരിയിക്കുന്ന ഒരു തള്ളക്കോഴി ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്, ആ ഒരു ആശയം വരുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പാഴും ശൂന്യവുമായ ഭൂമിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അതിനെ പ്രയോജനമുള്ള ഒരു തലത്തിലേക്ക്, ഒരു രീതിയിലേക്ക് ആക്കി തീർത്തത്. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ജീവൻ ഉളവാക്കുവാൻ തക്കവണ്ണം ഭൂമിയെ ഒരുക്കിയത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു വാക്യമാണിത്. നമ്മുടെ വ്യക്തിപരമായ വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ ഈ ആശയത്തെ ഒന്ന് കൊണ്ടുവന്നാൽ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പാപം തകർത്ത ജീവിതങ്ങളാണ്. പാഴും ശൂന്യവും എന്ന് പറയാൻ സാധിക്കുന്ന വിധത്തിൽ പ്രയോജനരഹിതമായി തീർന്ന, ദൈവത്തിന് പ്രസാദകരമായതൊന്നും ചെയ്യുവാൻ കഴിയാത്ത, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിവില്ലാത്ത അവസ്ഥയിൽ നമ്മൾ പാഴും ശൂന്യവുമായ ഒരു ജീവിതമായി തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം എഴുതുകയുണ്ടായല്ലോ: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ജീവിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇതാണ്. മനുഷ്യൻ, ആദമിൽ നിന്ന് ജനിക്കുന്ന ഏതു മനുഷ്യനും പാപം ഉള്ളവനായി ജനിക്കുന്നു, ദൈവത്തിൽ നിന്ന് വേർപെട്ടവനായി ജനിക്കുന്നു, ജീവൻ ഇല്ലാത്തവനായി ജനിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ഈ മൃത അവസ്ഥ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിവില്ലാത്തവരാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം പ്രയോജനമുള്ള ജീവിതമാകണമെങ്കിൽ, മനോഹരമായ ജീവിതമാകണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാകണമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നവർ നിങ്ങളുടെ ജീവിതം കൊണ്ട് പ്രയോജനമില്ലാതെയായിരിക്കുന്നു, എൻ്റെ ജീവിതം പാഴും ശൂന്യവുമായിരിക്കുന്നു എന്ന് നെടുവീർപ്പെടുന്നവരാണെങ്കിൽ, ആകുലപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾക്കുള്ള സന്തോഷ വാർത്ത ഇതാണ്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് അവസരം കൊടുത്താൽ പാഴും ശൂന്യവുമായ പ്രാകൃതമായ ഭൂമിയെ മനോഹരമാക്കി തീർത്ത ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെയും മനോഹരമാക്കി തീർക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇതാണ് കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമോസ് എന്ന യഹൂദ ഉപദേഷ്ടാവിനോട് പറഞ്ഞത്: പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിശബ്ദ പ്രവർത്തനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ, അവൻ്റെ ആത്മാവിൽ നടക്കുകയും ആ പരിശുദ്ധാത്മാവിനാൽ മരിച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കുകയും ചെയ്തു എങ്കിൽ മാത്രമേ നമുക്ക് വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനും ദൈവ മക്കളായി തീരുവാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് കീഴടങ്ങിക്കൊടുക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവാത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അവിടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം കേൾക്കുന്ന ദൈവ ശബ്ദത്തോടൊരുമിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും നമ്മുടെ പാഴായി കിടക്കുന്ന ജീവിതങ്ങളെ
ശൂന്യമായി കിടക്കുന്ന ജീവിതങ്ങളെ, മരുഭൂമിയായി കിടക്കുന്ന ജീവിതങ്ങളെ മനോഹരമായ ഒരു പൂവാടിയാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവ് ആ പ്രവർത്തനം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ അനവധി ഉദാഹരണങ്ങൾ നമുക്ക് ഈ ആശയവുമായി ബന്ധപ്പെട്ട് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. വെറും പാഴ് ജന്മങ്ങളായി ജീവിച്ചിരുന്ന അനേക മനുഷ്യരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ദൈവവേലയ്ക്ക്, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരാക്കി തീർത്ത കാഴ്ച നമുക്ക് കാണാം. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് രൂത്ത് എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെ ചരിത്രമാണ്. മൊവാബ് എന്ന് പറയുന്ന ദേശത്ത് ദൈവജനത്തോട് ബന്ധമില്ലാതെ മറ്റ് ദേവീദേവന്മാരെ ആരാധിച്ച് ജീവിച്ചിരുന്ന ആ ഒരു യുവതി നവോമിയുടെ കുടുംബത്തിലേക്ക് മരുമകളായി വന്നു. അവൾ പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ ദൈവമായ യഹോവയെക്കുറിച്ച് കേട്ടറിഞ്ഞു. ആ ദൈവത്തെ അവൾ സ്വന്തം ദൈവമായി വിശ്വസിച്ചു. അതിനുശേഷം പിന്നീടുള്ള ചരിത്രം നമ്മൾ നോക്കിയാൽ അവർ രക്ഷകൻ്റെ വംശാവലിയിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറുവാൻ ഇടയായി തീർന്നു എന്നതാണ്. എത്ര മനോഹരമായ ഒരു ജീവിതമാണ് രൂത്തിൻ്റെ പിൽക്കാല ജീവിതം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ മനോഹരമായ ഒരു കാഴ്ച നമ്മളവിടെ കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തെ ഇന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ പാഴും ശൂന്യവുമായ നിൻ്റെ ജീവിതം, പ്രയോജനമില്ല എന്ന് കരുതിയിരിക്കുന്ന നിൻ്റെ ജീവിതം, മരിച്ചിരിക്കുന്നു എന്ന് കരുതിയിരിക്കുന്ന നിൻ്റെ ജീവിതം ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ മനോഹാരിതയിലേക്ക് ദൈവം കൊണ്ടുവരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.